ആദ്യ ലെറ്ററും കൊണ്ട് പോയി ക്ഷണിച്ചത് മോളുടെ വീട്ടിൽ തന്നെയാ. എല്ലാരോടും തലേ ദിവസം തന്നെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾ ചെല്ല്. സച്ചേട്ടാ വാ പോവാം. നിക്ക്, അച്ഛനോടെല്ലാം പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ പോയില്ലായിരുന്നു? സച്ചേട്ടൻ എന്തേ കാണിക്കുന്നേ? താൻ എന്നെ തടഞ്ഞെന്തിനാ? ഞാനല്ലേ ഇപ്പൊ അച്ഛനോട് പറയാറുന്നല്ലോ. എന്നിട്ട് സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കാന്ന് സച്ചേട്ടൻ അറിയോ? എന്നാ എനിക്കറിയാം. അച്ഛൻ സന്ദീപിനെ വിളിച്ച് ചോദിക്കും ഉള്ളതാണോന്ന്. അവൻ പറയുന്ന മറുപടി എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആലോചിച്ച സച്ചേട്ടനും മനസ്സിലാവും അതെന്താണെന്ന്. ഈ അവസ്ഥയിൽ അവൻ ആതിരയായിട്ട് ബന്ധമില്ലെന്നല്ലേ അവൻ പറയൂ. അവിടെ തീരും സകലതും. അപ്പോ ഇതൊരിക്കലും ആരോടും പറയരുതെന്നാണോ അർച്ചന പറഞ്ഞു വരുന്നത്? അല്ല, പറയണം. എല്ലാവരും അറിയിക്കുകയും വേണം. അത് ഇപ്പൊ വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. എടോ, പിന്നത് എപ്പോ? വിവാഹ തീയതി നിശ്ചയിച്ച് കല്യാണക്കുറി അടിച്ച് നാടാകെ വിളിച്ചു തുടങ്ങി. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് തനിക്കിപ്പോ വല്ല ഊഹമുണ്ടോ? സന്ദീപിന്റെ കാര്യം താൻ വിട്ടേക്ക്. അതുപോലാണോ ആതിരയുടെ കാര്യം? ആ പെൺകുട്ടി ഇതെങ്ങനെ സഹിക്കുന്ന? അന്ന് അവന്റെ ഇഷ്ടത്തിന് നമ്മൾ ആ വിവാഹം നടത്തിക്കൊടുത്തു. ഇന്ന് അവന്റെ ഇഷ്ടത്തിന് പിരിച്ചു മാറ്റാൻ കാമുകന്മാരല്ല അവര്, ഭാര്യയും ഭർത്താവുമാണ് അവര്. എന്നെയും തന്നെ പോലെ. അവന് തോന്നുമ്പോ ഓരോന്ന് കാണിക്കാനുള്ളതല്ല ജീവിതം. അറിഞ്ഞോണ്ട് ഞാനും താനും അതിൽ പങ്കാളികളാ. അപ്പോ നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം എങ്ങനെ അവന്റെ ഇഷ്ടത്തിന് നടത്തും? അനിയനായിപ്പോയി ഇല്ലേ? സച്ചേട്ടൻ ഈ സമയത്ത് ദേഷ്യപ്പെട്ടിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടുപിടിച്ചാലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവൻ അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടോ തന്നോടോ പറഞ്ഞൂടെ? ആതിരെ വേണ്ടെന്നും അനക്കെ മതിയൊന്നും അല്ലാതെ അവനിപ്പം മറ്റൊന്നും പറയുന്നില്ലല്ലോ. 2 മിനിറ്റ് അവനോട് സംസാരിച്ചാ അവസാനം അടി കൊടുക്കേണ്ട രീതിയിലാ അവന്റെ സംസാരം. അവനീ കാണിക്കുന്നത് വഴി ആതിരെ മാത്രമാണ് അവൻ ചതിക്കുന്നത്, നമ്മളെയും കൂടിയല്ലേ? ഞാൻ അവനോട് ഒന്നുകൂടി ചോദിക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്ത് പ്രശ്നം അവനുള്ളതെന്ന്. ഞാനത് അവനെ കൊണ്ട് പറയിച്ച് തിരിച്ചു വരും. ഇപ്പൊ അവനോടൊന്നും ചോദിക്കണ്ട. നമ്മൾ കൂടുതൽ ദേഷ്യം കാണിച്ചാ അവന് വാശി കൂടെ ഉള്ളൂ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് ഒരു അവസരം കൂടി സച്ചേട്ടൻ താ. താൻ പോയി സമാധാനത്തിൽ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ല അർച്ചന. വീണ്ടും എന്തിനാ അവന്റെ മുമ്പിൽ പോയി നാണം കിടുന്നത്? സച്ചേട്ടൻ ഒന്നുകൂടി അവനോട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. ഇവിടെ ഇരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അവനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു കഴിയുമ്പോ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവുന്നു. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.